സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വിവാഹിതയായ ഒരു സ്ത്രീ പാലക്കാട് സ്വദേശിയായ പങ്കാളിയുമായി വൈവാഹിക ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അറിയിക്കാൻ പാലക്കാട്ടെ ജനപ്രതിനിധിക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി അവർ സന്ദേശങ്ങൾ അയക്കുന്നു. പ്രശ്നങ്ങൾ തുറന്നു പറയുന്നു. സാധാരണ നിലയിൽ ഈ സാഹചര്യത്തെ ഒരു ജനപ്രതിനിധി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ആ സ്ത്രീയുടെ സാഹചര്യങ്ങളെയും മാനസികാവസ്ഥയും വൈകാരികമായി മുതലാക്കി അവരുമായി സൌഹൃദവും പിന്നീട് ശാരീരിക ബന്ധവും സ്ഥാപിക്കുന്നു. പങ്കാളിയുമായി അതിനോടകം പിരിഞ്ഞിരുന്ന അവർക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കൊടുക്കുന്നു. അവളിൽ ഒരു കുഞ്ഞ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. പിന്നീടുണ്ടായതെല്ലാം കേരളം കണ്ടതാണ്, കേട്ടതാണ്. പച്ച കള്ളം പറയുകയാണ്. ആ ഒരു വലിയ മാധ്യമപ്പടയും രാഹുലിനെതിരെ വലിയൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു. പെൺകുട്ടി കല്യാണം കഴിച്ചതാണ് എന്ന് ഞാൻ ചാനലുകളിൽ കയറി പറഞ്ഞപ്പോൾ അവരുടെ മൊനയൊടിഞ്ഞ് അത് ഇല്ലാതായി. 4 ദിവസമായിരുന്നു കല്യാണം. 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന്. ഒഴിയുക എന്നൊരു പരിപാടി ഇല്ല. ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇതുവരെ ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് കാണിക്കട്ടെ. ഇതുവരെ ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. ഡൈവേഴ്സ് അല്ല, ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ സമയം തിരുവനന്തപുരത്ത് നിന്നും കെ അരുൺകുമാർ ബ്രേക്ക് ചെയ്യുന്നത്. രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തി, തെറ്റായ പ്രചാരണങ്ങൾ നടത്തി എന്നതാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ നേരിടുന്ന അന്വേഷണം. ഇതിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. പൗടിക്കോണത്താണ് രാഹുൽ ഈശ്വർ താമസിച്ചെങ്കിൽ ഈ ഞായർ ദിനം പൗടിക്കോണത്തെത്തി. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് AAR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. സൈബർ ആക്രമണങ്ങൾ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് രാവിലെ തന്നെ സൂചനകൾ പുറത്തുവന്നതാണ്. സന്ദീപ് വാര്യർ ഒരു വിവാഹ ചിത്രം പങ്കുവച്ചത് ഏറെ വിവാദമായിരുന്നു. പിന്നീട് സന്ദീപ് വാര്യർ ആ വിവാഹ ചിത്രം പിൻവലിച്ചു. താൻ ദുരുദ്ദേശത്തോടു കൂടിയല്ല ആ ചിത്രം പങ്കുവച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോൾ ഈ പരിധിയിൽ വരുന്നതാണ് എന്നതാണ് നിയമപരമായ കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ആദ്യ നീക്കം പോലീസ് ഈ സൈബർ അധിക്ഷേപത്തിൽ നടത്തുന്നത് രാഹുൽ ഈശ്വറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനല്ല, എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. പക്ഷെ ഇന്ന് അടപ്പാ. പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എന്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയൊന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്താ അറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. ഇത് കള്ളക്കേസാണ്. ഞാനല്ല ഈ കുട്ടിയുടെ ഫോട്ടോ പോലും അയച്ചത്, വേറൊരാളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാണ്. നമ്മളിപ്പോ കോമൺ ആയിട്ട് പറയില്ലേ, ആളെ ഞാൻ കാണിച്ചു തരില്ല പക്ഷെ തുപ്പി കാണിക്കാം. ഈ സ്കീമിലാണ് ഇയാളുടെ വർത്താനങ്ങൾ. ഫ്ലാഷ് ബാക്ക്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ്. സൈബർ അധിക്ഷേപ കേസിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുകയാണ്. സൈബർ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്ന രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായ വിവരമാണ് വരുന്നത്. രാഹുൽ ഈശ്വറിനെ നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നതാണ് വിവരം. ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ലാപ്ടോപ്പ് സൈബർ പോലീസ് ചോദിക്കുന്നത് ലാപ്ടോപ്പാണ്, ഇയാൾ ഒളിപ്പിക്കുന്നതും ലാപ്ടോപ്പാണ്. മനസ്സിലായോ? സോ ഇത് ഈ എൻറ്റയർ ഈ ഇരയുടെ ഐഡന്റിറ്റി പുറത്ത് വിട്ടതിൽ രാഹുൽ ഈശ്വറിന് എന്ത് റോൾ എന്നുള്ളതിൻ്റെ എക്സാക്ട് എന്താ പറയുക ഒരു പ്രൂഫ് ചിലപ്പോൾ ആ ഒരു ലാപ്ടോപ്പിലായിരിക്കും. കാരണം ഇയാളെ ഇത് അബദ്ധം പറ്റിപ്പോയത്. അവർ ലാപ്ടോപ്പ് ചോദിക്കുന്നുണ്ടേ, ഞാനത് ഒളിപ്പിക്കുകയാണേ. എന്നിട്ട് പോലീസുകാരോട് അവിടെ പോയി പറഞ്ഞിട്ടുള്ളത് ലാപ്ടോപ്പ് മറ്റേ ഇൻഫോ പാർക്കിലാണെന്നുള്ളത്. ഏജാതി കുറുക്കൻ. ഇത് കുറുക്കത്തരമാണ്, മണ്ടനുമാണ് തോന്നുന്നു. ഇത് വിളിച്ച് പറയും ചെയ്തു വീഡിയോയിൽ, എന്നിട്ട് അത് പോസ്റ്റും ചെയ്തു. ഇനിയിപ്പോൾ ഈ സൈബർ പോലീസിന് അറിയാമല്ലോ ലാപ്ടോപ്പ് എവിടെയാണെന്നുള്ളത്. എന്നിട്ട് ഇന്ന് രാവിലെ ഇയാൾ പൊക്കിയില്ല, ഇയാളെ പൊക്കി. ഇന്നലെ പൊക്കിയിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ പറയുന്നത് കേട്ടോട്ടോ, ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിലോട്ട് കൊണ്ടുപോവാണെന്നുള്ളത്.
വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും എന്തിനാ ഇയാൾ ഇങ്ങനെ പറയുന്നേ എന്ന് വിചാരിക്കും നിങ്ങൾ. ശരിക്കും അതെന്താ അറിയോ, കള്ളനാണ് ഇയാള്. ഇത് മീഡിയ കവർ ചെയ്യുന്നുണ്ട് അയാൾക്ക് അറിയാം, ഇത് അയാളുടെ ഭാര്യ കാണുന്നുണ്ട് എന്നറിയാം. അപ്പൊ വീട്ടിലേക്ക് വരികയാണേ ലാപ്ടോപ്പ് ഒളിപ്പിക്കണേ അത് പറയാൻ പറ്റില്ലല്ലോ, ഭാര്യയെ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മീഡിയനും ഇല്ല ആദ്യം ഇരുന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരികയാണേ എന്റെ ലാപ്ടോപ്പ് എടുക്കാൻ കൊണ്ടുപോവാണേ. കാരണം നമ്മൾ കണ്ട വീഡിയോനകത്ത് ലാപ്ടോപ്പ് ആ റൂമിനകത്ത് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആശാൻ. ഇനിയിപ്പോ അത് വൈഫിനെ എങ്ങനെ അറിയിക്കണമല്ലോ. അപ്പൊ മീഡിയന്റെ മുന്നിൽ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണേ എന്റെ ലാപ്ടോപ്പ് എടുക്കാൻ പോകണേ പറയുമ്പോ ഇനി ഭാര്യ ഒളിപ്പിച്ചിട്ടുണ്ടാവും. എനിക്ക് അറിയാൻ പാടില്ല ഇനി ഈ ലാപ്ടോപ്പ് കിട്ടുമോ ഇല്ല എന്നുള്ളത്. ഇത് മണ്ടനുമാണ്, പൊട്ടനുമാണ്, ഒപ്പം കുറുക്കനുമാണ്. ഒരു പ്രത്യേക തരം സ്പെസിമെൻ. ഫ്ലാഷ് ബാക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളി 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിജീവിതയെ അപമാനിച്ചതായി പോലീസ് ഹാജരാക്കിയ ദൃശ്യങ്ങൾ അടങ്ങിയ രേഖകൾ അവഗണിക്കാൻ കഴിയില്ല എന്ന് തിരുവനന്തപുരം ACJM കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജയിലിൽ നിരാഹാരം കിടക്കുമെന്നാണ് കോടതിയിൽ നിന്ന് കൊണ്ടുപോകവേ രാഹുൽ ഈശ്വർ വാഹനത്തിലിരുന്ന് വിളിച്ചു പറഞ്ഞത്. ആ പ്രതികരണത്തിലേക്ക്. ഞാൻ ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പച്ച കേസ് ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പോലീസ് ഹാജരാക്കിയ പല തെളിവുകളുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി എടുത്തിരിക്കുന്ന തീരുമാനം രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്യാനുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചുകൊണ്ട് സൈബറിടങ്ങളിൽ വിവിധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളവർക്കെതിരെ ഇന്നലെയാണ് സൈബർ പോലീസ് കേസെടുത്തത്. ആ കേസിൽ 4 പ്രതികളുണ്ട്. അതിൽ 4ാം പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ ഇന്നലെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇന്ന് ആ പ്രതി റിമാൻഡിലായിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ തിരുവനന്തപുരം ACJM കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയ ശേഷം 1 മണിക്കൂർ നീളുന്ന വാദപ്രതിവാദങ്ങൾ നടന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഈ പരാതിക്കാരിയുടെ ചിത്രമോ പേരോ താൻ ഒരു സ്ഥലത്തും പങ്കുവച്ചിട്ടില്ല. മാത്രമല്ല തന്റെ അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. ഒരു നോട്ടീസ് പോലും നൽകാതെ വിളിച്ചു വരുത്തി ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എന്നിരുന്നിട്ടും ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തിയിരിക്കുന്നു തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിച്ചത്. അതിനുശേഷം പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി നിരന്തരമായി അധിക്ഷേപം നടത്തുന്ന ഈ പ്രതി മുമ്പും കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രതിക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല കണ്ടെത്തിയിട്ടുള്ള ലാപ്ടോപ്പിലും മൊബൈലിലും ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകാൻ പാടില്ല എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. അതിനുശേഷം 1 മണിക്കൂറത്തെ വാദപ്രതിവാദത്തിന് ശേഷം ACJM ചേംബറിൽ പോലീസ് ഹാജരാക്കിയ രാഹുൽ ഈശ്വറിന്റെ ഈ വീഡിയോകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് വിധി പ്രസ്താവം നടത്തിയത്. അതിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് അന്വേഷണ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതി വീഡിയോ ചെയ്തത് അത് തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല ഇപ്പോൾ നൽകിയിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ ഈ പറയുന്ന ജാമ്യമില്ലാ കുറ്റം നിലനിൽക്കുന്നതാണ്. മാത്രമല്ല ജാമ്യം നൽകി കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യം ആവർത്തിക്കില്ല എന്ന് പറയാനും കഴിയില്ല എന്നാണ്, ആവർത്തിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ജാമ്യം നിഷേധിച്ചുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. രാഹുൽ ഈശ്വറിന്റെ എല്ലാ പ്രവർത്തികളിലും ആ നിലയിൽ ഒരു എടുത്തുചാട്ടമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിലപാടാണ് ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിരാഹാര സമരത്തിലാണ് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് രാഹുൽ ഈശ്വർ ജയിലിലെത്തിയത്. അപ്പോൾ തന്നെ ഈ ജയിൽ അധികൃതരോട് താൻ നിരാഹാരത്തിലാണ് എന്ന് പറഞ്ഞിരുന്നു. അവിടെയൊക്കെ ജയിലിലെത്തിക്കുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലായിരിക്കും തന്റെ നിലപാട് എന്ന് സ്വീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ കുടിക്കാൻ വെള്ളം മാത്രമാണ് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഭക്ഷണം ഉൾപ്പെടെ എത്തിച്ചു നൽകിയെങ്കിലും അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഫ്ലാഷ് ബാക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഈശ്വർ ഇതിലിപ്പോൾ അറസ്റ്റിലാണല്ലോ ആള് ഈ നിരാഹാരം കിടക്കുന്നത്? രാഹുൽ ഈശ്വർ സ്വയം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക, ഞാനൊരു ആര്യ ബ്രാഹ്മണനാണ് എന്നാണ്. നമുക്കറിയുന്ന പോലെ ഈ ബ്രാഹ്മണന്മാർ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൽ അത് വളരെ പ്രധാനമാണ്. ഈ കാല് കഴിച്ചൂട്ട് ഒക്കെ ബ്രാഹ്മണരായി ചെയ്യുക, നമ്മളല്ലാതെ കാല് കഴിച്ച് മറ്റാരുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് മറ്റൊരാൾ വെച്ച ഭക്ഷണം അത് കഴിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ പോകുമ്പോൾ നിരാഹാരം കിടക്കുന്നത്. കാരണം ജയിലിൽ എല്ലാവർക്കും തുല്യതയാണല്ലോ, അവിടെ കമ്മ്യൂണിസ്റ്റ് ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രമായിട്ട് കിട്ടില്ല. അപ്പോൾ അതുതന്നെയാണ് ആളുടെ പ്രശ്നം. കണ്ട ഇവൻ ബദിരനും മൂങ്ങനുമാണ്.
ഫ്ലാഷ് ബാക്ക്. ഒടുവിൽ വിശന്ന് വലങ്ങിയ രാഹുൽ ഈശ്വർ അവസാനം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇന്നും ACJ കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് താൻ നിരാഹാര സമരം നിർത്തുന്നതായി ഇയാൾ ജയിൽ അധികൃതരെ അറിയിച്ചത്. ഈ രാഹുൽ ഈശ്വറിന്റെ വക്കീൽ പറഞ്ഞു പ്രതി ബുദ്ധിയില്ലാത്ത ആളാണെന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. എന്നാൽ ബുദ്ധിയുള്ള നീക്കങ്ങളാണ് പ്രതി നടത്തുന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതായത് ഒരു ആളെ കുറിച്ച് വാദിക്കുന്നത് അയാളുടെ വക്കീൽ പറയുകയാണെങ്കിൽ കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് തീരുമാനത്തിൽ പിന്മാറിയത്. കോടതി ജാമ്യം നിഷേധിച്ചു.